ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് 2 ഐറ്റം പുഡിങ്ങാണ് കാണിക്കുന്നത്. റഫല്ലോ പുഡിങ്, ക്യാരറ്റ് പുഡിങ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റഫല്ലോ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ പുറം തൊലി ഒന്ന് കളഞ്ഞിട്ട് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഈ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. പിന്നീട് 15 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് അതിലോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, മിൽക്ക് മെയ്ഡ്, ചൈന ഗ്രാസ്, നട്ട്സ് എന്നിവ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പുഡിങ് ട്രേയിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അങ്ങനെ പുഡിങ് റെഡി. ഇനി നമുക്ക് ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാരറ്റ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുക. ഒരു പാത്രത്തിൽ പാൽ ചൂടാക്കി അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ്, കുറച്ച് ഉപ്പ്, ചൈന ഗ്രാസ് എന്നിവ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കുക. അങ്ങനെ നമുക്കിത് പുഡിങ് ട്രേയിലോട്ട് മാറ്റി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കുക. ഈ 2 പുഡിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.